നമസ്കാരം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു നാടൻ അവിയലാണ്. ഇത് വളരെ രുചിയേറിയൊരു അവിയലാണ്. ഇതെൻ്റെ അമ്മയുടെ സ്പെഷ്യൽ അവിയൽ ആണ്. അമ്മയാണ് ഇത് ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ പഠിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ അവിയൽ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അതോടൊപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം, ഷെയർ ചെയ്യുകയും ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് വേണ്ടത് പച്ചക്കറികളാണ്. നമ്മുടെ വീട്ടിലുള്ള ചേന, ചേമ്പ്, കാച്ചിൽ. ഓക്കെ, അപ്പോൾ പിന്നെ നമുക്ക് നാളികേരം ഒരെണ്ണം വേണം. നാളികേരം നമുക്ക് എടുത്തിട്ട് അത് നമുക്ക് അരച്ചെടുക്കണം. അപ്പോൾ ഇത് ഒരുപാട് അരയണ്ട, നമുക്ക് ഒരു മീഡിയം സൈസിൽ. പിന്നെ വേണ്ടത് നന്നായിട്ട് വെളിച്ചെണ്ണ വേണം. വെളിച്ചെണ്ണയും തേങ്ങയുമാണ് ഇതിന് അത്യാവശ്യമായിട്ടും വേണ്ടത്. ഇനി നമുക്ക് ഒരു പാത്രം എടുത്തിട്ട്, മൺചട്ടി ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. ഞാനിപ്പോൾ ഇവിടെ നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാത്രമാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ആദ്യം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അതിൻ്റെ എല്ലാ ഭാഗത്തും ഒന്ന് ഇതുപോലെ ഒന്ന് പുരട്ടി കൊടുക്കാം. ഇനിയും നമ്മൾ പച്ചക്കറികളെല്ലാം ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ആദ്യം നമ്മൾ ചേന ഇട്ട് കൊടുക്കുന്നു. ഇനി നമ്മൾ ചേമ്പ് ഇട്ട് കൊടുക്കുന്നു. ഇത് കണ്ണൻ ചേമ്പാണ്. ഇനി നമുക്ക് ഏത്തക്ക ഇട്ട് കൊടുക്കാം. കുമ്പളങ്ങ ഇട്ട് കൊടുക്കാം. ഇത് വഴുതനങ്ങ. ഇത് ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് കുറച്ച് മുരിങ്ങയ്ക്ക ഇട്ട് കൊടുക്കാം. ഇത് ഒരു കപ്പ് പയറുണ്ട്, നമ്മുടെ വള്ളിപ്പയർ. ഒരു സവാള ഇട്ടിട്ടുണ്ട്. പിന്നെ ഇനി നമുക്ക് പച്ചമുളക് 7-8 എടുക്കാം. പച്ചമുളക് നല്ല ടേസ്റ്റായിട്ട് വേണം. ഒരു തക്കാളി പഴം എടുത്തിട്ടുണ്ട്. പച്ചത്തക്കാളി ഉണ്ടെങ്കിലും കുറച്ച് നമുക്ക് ഇടാം. ഇനി നമുക്ക് കുറച്ച് കരിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. കാച്ചിലുണ്ടെങ്കിൽ ഇടുന്നത് നല്ലതായിരിക്കും. ഇവിടെ കാച്ചിലുണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ ഇട്ടില്ല. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇതെല്ലാം കൂടെ ഇട്ട് ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കണം. ഇനിയും വേറെ എന്തെങ്കിലും പീസുകളുണ്ടെങ്കിൽ നമുക്ക് ഇടാം. ഇത്രയും സാധനമേ എൻ്റെ അടുത്തുണ്ടായിരുന്നുള്ളൂ, ഞാനതൊക്കെ ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അതായത് ഉപ്പും മുളകും മഞ്ഞൾപ്പൊടി വെളിച്ചെണ്ണയും എല്ലാം നമ്മുടെ ഈ പീസുകളിലൊന്ന് പിടിക്കണം. പിടിച്ചതൊന്ന് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കുറച്ച് നേരം. അപ്പോൾ ഇതുപോലെ നമുക്കൊന്ന് കുലുക്കി അത് നന്നായിട്ട് എല്ലാം ഒരുപോലെ ഒന്ന് ചേർന്ന് കിട്ടണം. ഇനി നമുക്കിതൊന്ന് അടച്ചൊരു 10 മിനിറ്റേക്ക് വെക്കാം. ആ സമയത്ത് നമുക്ക് നമ്മുടെ നാളികേരവും ചെറിയ ഉള്ളി, ഇതൊരു 10-18 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളിയും ഒക്കെ കൂടി ഒരു മിക്സിയുടെ ജാറിൽ ഇട്ട് നമുക്ക് അരച്ചെടുക്കാം. അരകല്ലുണ്ടെങ്കിൽ അതിൽ അരച്ചെടുത്താൽ വളരെ ടേസ്റ്റായിരിക്കും. പണ്ടൊക്കെ എങ്ങനെയായിരുന്നു ചെയ്യാറുള്ളത്. ഇപ്പം മിക്സിയിലല്ലേ നമ്മളെല്ലാം അരയ്ക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ പുളിശ്ശേരിക്കൊക്കെ അരയ്ക്കുന്ന പോലെ ഒന്നും അരയ്ക്കണ്ട. ഒരു മീഡിയം സൈസിൽ അരച്ചെടുത്താൽ മതി. കുറച്ച് ജീരകം കൂടെ ഇതിൽ ചേർത്തിട്ടുണ്ട്. പിന്നെ 1 കപ്പ് വെള്ളം ഒഴിച്ച് ഞാനിതൊന്ന് അരച്ചെടുക്കുകയാണ്. ഈ പരുവത്തിലാണ് നമ്മളിത് അരച്ചെടുക്കേണ്ടത്. ഇനിയും നമുക്ക് നമ്മുടെ അവിയൽ കഷ്ണത്തിലേക്ക് കുറച്ച് വെള്ളമൊക്കെ ചേർത്ത് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിവിടെ 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് അടച്ചു വെച്ച് ഒരു തിള വരുന്നത് വരെ നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ ഒരു തിള വന്നിട്ടുണ്ട്. ഒന്ന് തിളച്ച് വന്നപ്പോഴത്തേക്ക് നമ്മുടെ ആവിയൊക്കെ വരുന്നുണ്ടല്ലോ. ഇനി നമുക്ക് നമുക്ക് അടിയിലുള്ള പീസുകളൊക്കെ മുകളിലേക്കൊന്ന് ഇട്ട് മുകളിലുള്ള പീസുകൾ അടിയിലേക്കും വെക്കാം. കുലുക്കി വേണമെങ്കിൽ എടുക്കാം, തവി കൊണ്ട് ഇതുപോലെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. എന്നിട്ട് വീണ്ടും അത് നമുക്ക് അടച്ച് വെച്ച് വീണ്ടും വേവിക്കാം. അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്ന ചേമ്പ് ഇതാണ്, കണ്ണൻ ചേമ്പാണ് എടുത്തിരിക്കുന്നത്. ഇതിന് ചില സ്ഥലങ്ങളിൽ വേനൽ ചേമ്പെന്നും പറയാറുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. നമ്മളുടെ അവിയലിൻ്റെ കഷ്ണങ്ങളൊക്കെ ഇപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് ഇരുന്നപ്പോഴത്തേക്ക് എല്ലാം വെന്ത് കിട്ടിയിട്ടുണ്ട്. നല്ല തീയിൽ തന്നെയാണ് നമ്മൾ ആദ്യം വെച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാം വെന്തിട്ടുണ്ട്. ഒരു കഷ്ണം എടുത്ത് നോക്കണം നമുക്ക് വെന്തിട്ടുണ്ടോ എന്ന്. അപ്പോൾ വെന്തു എങ്കിൽ നമുക്കിനി അരപ്പ് ഇട്ട് കൊടുക്കാം. നാളികേരവും ജീരകവും ചെറിയ ഉള്ളിയും കൂടെ അരച്ചതാണ്. ഈ 3 സാധനമാണ് ഇതിന് വേണ്ടത് അരയ്ക്കാനായിട്ട്. ഇനി നമ്മളൊരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി, അതായത് പിഴിപുളി ഉണ്ടല്ലോ, അതെടുത്ത് അതാണ് ഇപ്പോൾ ഒഴിച്ചത്. അപ്പോൾ അതും കൂടെ നമുക്ക് അടച്ചു വയ്ക്കാം. അപ്പോൾ ഈ അരപ്പും പുളിയും ഒക്കെ കൂടെ നമ്മുടെ അവിയൽ കഷ്ണങ്ങളിലൊന്ന് പിടിക്കണം. അതിനൊരു 2-3 മിനിറ്റ്. ആ സമയത്ത് നമ്മൾ തീയൊക്കെ ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കണം കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ അവിയൽ കഷ്ണങ്ങൾ ഒരുപാട് പൊടിക്കാതെ നമുക്ക് നമ്മുടെ ഈ അരപ്പ് അതിലേക്കൊന്ന് ചേർത്ത് പിടിപ്പിച്ച് കൊടുക്കാം.
ഒരു 30 വർഷം മുമ്പ് പരിചയമുള്ള ഒരു ഫ്രണ്ടുണ്ട് എനിക്ക്, സൂസൻ. ഞങ്ങൾ ബോംബെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഷോർട്ട് ഹാൻഡ് പഠിച്ചതാണ് ഒന്നിച്ച്. അന്ന് മുതലുള്ള സൗഹൃദമാണ്, ഇപ്പോഴും അത് തുടരുന്നു. അവളാണ് കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞത്, മോളെ നിൻ്റെ ആ അവിയൽ കൂട്ടാൻ എനിക്ക് വളരെ കൊതിയാകുന്നു. അന്നെന്നോ ഞാനൊരു അവിയൽ ഉണ്ടാക്കി കൊടുത്താണ്. അന്ന് അത്ര ടേസ്റ്റോടൊന്നും ഉണ്ടാക്കാൻ എനിക്ക് അറിയില്ല. അവൾ പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഈ അവിയൽ സത്യത്തിൽ ഉണ്ടാക്കാൻ എന്നെ പ്രേരിപ്പിച്ചത്. അതുപോലെ മത്തങ്ങ എരിശ്ശേരി ഉണ്ടാക്കിയതും ഇന്നലെ ഒരുപാട് പേര് വിളിച്ച് പറഞ്ഞിട്ട് ഉണ്ടാക്കി നോക്കി നന്നായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഉപ്പോ പുളിയോ എന്തെങ്കിലും വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല കട്ട തൈര് 2 സ്പൂണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ആദ്യം ചേർത്ത പുളി ഇഷ്ടമല്ലാത്തവർക്ക് വേണമെങ്കിൽ തൈര് മാത്രം ചേർക്കാം. തൈര് ചേർക്കുകയാണെങ്കിൽ നല്ല പുളിയുള്ള തൈര് അപ്പോൾ ചേർക്കണം. അവിയലിന് പുളി നന്നായിട്ട് വേണം. നമ്മൾ സദ്യക്കൊക്കെ ഉണ്ടാക്കുന്ന അവിയൽ കഷ്ണങ്ങളൊക്കെ ഒട്ടും ഉടയാതെ അരപ്പൊക്കെ വെള്ളം ചേർക്കാതെ അങ്ങനെയല്ലേ ഉണ്ടാക്കാറുള്ളത് സാധാരണ. ഇതിപ്പോൾ നാടൻ അവിയലാണ്, അത് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇത് കണ്ടിട്ട് തൃശ്ശൂരുകാരൊക്കെ ഇത് കണ്ടിട്ട് ഇത് എന്തുട്ട് അവിയലാണെന്നൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പം ഇത് കഴിച്ച് നോക്കിയെങ്കിൽ മാത്രമേ ഇതിൻ്റെ ടേസ്റ്റ് അറിയുള്ളൂ. ഇത് നാടൻ ഒരു അവിയലാണ്, നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ടൊക്കെ ഉണ്ടാക്കുന്ന ഒരു അവിയൽ. ഓക്കെ, അപ്പം ഇത് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കരിയാപ്പിലയും കൂടെ ഇട്ട് കൊടുത്താൽ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. അതുപോലെ വെളിച്ചെണ്ണ ലാസ്റ്റിലും കുറച്ച് ഒഴിച്ച് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്, പച്ച വെളിച്ചെണ്ണ. അപ്പം ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ വീണ്ടും നമുക്ക് ഒഴിച്ച് കൊടുത്താൽ ഇപ്പം നമ്മുടെ അവിയൽ റെഡി ആയിട്ടുണ്ട്. ഈ അവിയൽ കൂട്ടി നമുക്ക് കഞ്ഞി വേണമെങ്കിൽ കുടിക്കാം, ചോറിൽ വെറുതെ വേണമെങ്കിൽ നമുക്ക് ഒരു കപ്പിൽ സ്പൂണൊക്കെ ഇട്ട് കഴിക്കാം. അപ്പം നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഈ അവിയൽ കഴിക്കാൻ അത്രയ്ക്ക് ടേസ്റ്റാണ്. എൻ്റെ അമ്മയ്ക്കൊരു സ്പെഷ്യൽ താങ്ക്സും ഒരു ഉമ്മയും കൊടുക്കുന്നു. കാരണം അമ്മയാണ് എനിക്ക് ഈ കഷ്ണങ്ങളെല്ലാം കട്ട് ചെയ്ത് തന്നത്. കഷ്ണങ്ങൾ കട്ട് ചെയ്യാൻ മാത്രമേ ഉള്ളൂ ഇച്ചിരി പണിയുള്ളത്, ബാക്കിയൊക്കെ എളുപ്പമാണ്. അതുപോലെ എൻ്റെ ഖത്തറിലെ ജോക്കുട്ടനെ ഞാൻ ഒരുപാട് മിസ് ചെയ്തു. അവന് ഒരുപാട് ഇഷ്ടമുള്ള അവിയലായിരുന്നു ഇത്. ഞങ്ങളുടെ പുന്നരക്കുട്ടിയാണ് അവൻ ഒത്തിരി ഇഷ്ടമുള്ള അവിയലായിരുന്നു ഇത്. ഇനി ശോഭയാൻ്റി എപ്പോൾ കണ്ടാലും മോനെ ഇത് ഉണ്ടാക്കി തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇതുണ്ടാക്കി നോക്കുമല്ലോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.